കോക്രോച്ച് ജനതാ പാർട്ടിയെ എന്താ പിന്തുണച്ചു എന്ന് മാത്രമല്ല, വാട്ട് ഐ വോണ്ട് ടു സേ ഇസ്, ഞാൻ ഇവിടെ എത്താൻ കാരണം അന്ന് ഞാനിത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത ഒരാളാണ് ഓവർ ദി ലാസ്റ്റ് മെനി വീക്സ്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഷെയർ ചെയ്ത പോലത്തെ ആരും റീഷെയർ ചെയ്തിട്ടില്ല. അത് കണ്ടിട്ട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു എനിക്കെല്ലാം അസുഖം വന്ന് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയോ എന്ന്. അത്രയധികം ഞാൻ റീപോസ്റ്റും റീഷെയറും ചെയ്തൊരു സംഭവമാണ് ഈ ഒരു ടോപ്പിക്. ബിക്കോസ് അതെന്നെ എവിടെയോ ഒന്ന് അൺകംഫർട്ടബിൾ ആക്കി. നമ്മളൊരു സിറ്റിസൺ ഓഫ് ദ കൺട്രി ആകുമ്പം ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ വളരെയധികം പട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്, ഞാൻ വളരെയധികം LGBTQ വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതും എന്നെ അതുപോലെ തന്നെ ഒന്ന് അൺകംഫർട്ടബിൾ ആക്കി. പക്ഷേ സോനം വാങ്ചുക് ജീനെ സത്യാഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് ഒരു 20ഓ 21ാമത്തെ ദിവസം സ്റ്റേജിൽ നിന്നും അവരെടുത്തുകൊണ്ട് പോയ രീതി അത് അക്സെപ്റ്റബിൾ അല്ല. ഇന്ത്യ എന്ന രാജ്യത്ത് ആ ഒരു അപ്രോച്ച്, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ സഹിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഗവൺമെന്റ് ആരായാലും, whoever might be in power, I don't think we should be able to take that. I am not going to sit and blame one party or the other party. I am going to blame you if you are doing something wrong. And അത് വളരെ വളരെ അനാവശ്യമായ ഒരു കാര്യമായിരുന്നു. അത് ചെയ്ത രീതി, അതും യൂണിഫോം ഇടാത്ത കുറേ ആൾക്കാർ വെള്ള തുണിയുടെ പുറകിൽ അദ്ദേഹത്തെ എന്തൊരു ഡെഡ് ബോഡി എടുക്കുന്ന പോലെ ഒരു വെള്ള ഷീറ്റിൽ ഏതോ കുത്തിത്തിരിച്ചു കൊണ്ടുപോകുന്ന ആ വിഷ്വൽ എൻ്റെ മനസ്സിന് പോകുന്നില്ല. യൂസ് ചെയ്ത ഭാഷ വാസ് നോട്ട് റൈറ്റ്. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് എനിക്ക് ഡയറക്റ്റ്ലി ഇവിടെ വരണം. ഇവിടെ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്കറിയില്ല. കോക്രോച്ച് ജനതാ പാർട്ടിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റ് അല്ലാതെ. അഫ്കോഴ്സ് അവരെ കോക്രോച്ചസ് എന്ന് വിളിച്ചു, അതുകൊണ്ട് അവരിങ്ങനെ ഒരു പാർട്ടി തുടങ്ങി, വളരെ സക്സസ്ഫുൾ ആയി. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബട്ട് ഇവിടെ എത്തിയപ്പം ഇറ്റ് വാസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ അകത്ത് കയറാൻ. ഇവിടെ അകത്ത് കയറാൻ ബുദ്ധിമുട്ടായപ്പം एक सेकंड मैं पहले बोलूँ, हाँ, क्योंकि ये हमारी रीजनल लैंग्वेज में है इसीलिए. हाँ, ओके, उसके बाद आप बताइए. हाँ, सो क्या होगा എന്നൊക്കെ. സോ വാട്ട് ഐ വാണ്ട് ടു സേ ഇസ്, ഇവിടെ എത്തിപ്പെടാൻ തന്നെ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ യു ടു റീച്ച് ഹിയർ? എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ വന്ന സമയത്ത് ഓൾറെഡി അവർ ബ്ലോക്ക് ചെയ്തിരുന്നു. ദേ വർ ട്രൈങ് ടു ക്രൗഡ് എത്രത്തോളം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അത്ര സ്പ്ലിറ്റ് ചെയ്യാനാണ് അവർ നോക്കിയത്. സോ ആ സമയത്ത് കുറേ പേര് ഡിഫറെൻറ്റ് ഡിറക്ഷൻസിലേക്കാണ് ഓടിയത്. സോ ഐ തിങ്ക് ദേ ഹാവ് കട്ട് ദ ഹോൾ ക്രൗഡ് ഇൻ 3 ആക്സസ് കട്ട് ചെയ്തു. നമുക്ക് മാത്രമല്ല, ഇവിടെ മാത്രമല്ല അവർ ആക്സസ് കട്ട് ചെയ്തത്. അവിടെ ജന്തർ മന്ദർ, ഇവിടെ സൻസദ്, ഇങ്ങനെയാണ് മാർച്ച് ചെയ്യേണ്ടത്. ചലോ സൻസദ് ഇങ്ങനെ നടക്കേണ്ട 9 മണിക്ക് നടക്കേണ്ട മാർച്ചാണ്. രാവിലെ തന്നെ തലേ ദിവസം തന്നെ തുടങ്ങി പെർമിഷൻ ഇല്ല, ഇതൊക്കെ നടക്കും എന്ന് ഐ തിങ്ക് അവരുടെ കമ്മീഷണർ പറഞ്ഞതാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി എന്തോ പ്രശ്നം നടക്കുന്നത്. പിന്നെ ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ രാവിലെ 9 മണിക്ക് ഇവിടെ എത്തുന്നത്. ഇവിടെ അടുത്തെത്തുമ്പോൾ തന്നെ ദൂരെ നിന്ന് തന്നെ ബാരിക്കേഡ്സാണ്. ഒരു വണ്ടിക്കകത്തേക്ക് കയറണമെങ്കിൽ, ഒരു കോമൺ ആൾക്ക് ഇതിനകത്തേക്ക് വരണമെങ്കിൽ പ്രശ്നമായിരുന്നു. അവിടെ ഹൈക്കോടതി ജഡ്ജസ് ഉണ്ട് ഇതിനകത്ത് താമസിക്കുന്നത്, ഇവിടെ ഓഫീസസ് ഉണ്ട്, ഗവൺമെന്റ് ഓഫീസസ് ഉണ്ട്, വീടുകളുണ്ട്. ഇവിടെ ആർക്കും ആക്സസ് തരാതെ ഫുൾ കട്ട് ഓഫ് ചെയ്യാണ്. സോ പബ്ലിക്കിന് ഒരു ന്യൂസൻസ് ആയ ഒരു ബാരിക്കേഡിംഗ് സിസ്റ്റം. ബിക്കോസ് അവർക്ക് പേടിയായെന്ന് എനിക്ക് തോന്നുന്നു ദേ ഫിയർഡ് സംതിങ്. സോ അങ്ങനെ ആക്സസ് കട്ട് ചെയ്ത് ഇവിടെ ഞങ്ങൾ എങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് അകത്ത് ശരിക്കും ജന്തർ മന്ദിറിലുള്ളൊരു, നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതല്ലേ, നമ്മളുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പാഷൻ. അവരിവിടെ എത്തിയത് ഒച്ചയോ ബഹളോ ഉണ്ടാക്കിയോ അടിയുണ്ടാക്കാനൊന്നും അല്ല. അവരുടെ ഒരു പ്രശ്നം അത് പരിഹരിക്കണം എന്ന് പറഞ്ഞാണ് എത്തുന്നത്. പാട്ടുപാടി, കോൺവെർസേഷൻസിലൂടെ, ഡയലോഗിലൂടെ. അതിനെയാണ് ഇവരെ ലാത്തി ചാർജും ടിയർ ഗ്യാസും ചെയ്ത് അടിച്ച് തരിപ്പണമാക്കിയത്. ചിലവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്, ചിലവരെ ആണുങ്ങൾ പെണ്ണുങ്ങളെ അടിക്കുന്നു. ഇതൊക്കെ അലൗഡ് പോലും അല്ല. ഞാൻ ഇവിടെ പറയുന്നത് എനിക്ക് തോന്നിയ കാര്യമാണ്. അത് പാർട്ടി ബേസ്ഡോ ഒന്നുമല്ല, ഞാൻ കണ്ട കാര്യമാണ്, ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാര്യമാണ്. ഈ ലാത്തി ചാർജ് നടക്കുന്ന സ്ഥലത്ത് ഞാനും ഉണ്ട്. ഈ അടി എനിക്കും കൊള്ളായിരുന്നു. ഞാൻ തെറ്റിയൊരു സ്ഥലത്ത്, ഞാൻ ഇതിനകത്ത് പെട്ടുപോയി. അവർ അവിടെയും ഇവിടെയും കോഡൗൺ ചെയ്തു, ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് പെട്ടുപോയി. വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാതെ. അതുകൊണ്ട് എന്താ, പതുക്കെ ഇതിനകത്ത് സ്റ്റക്കായ ആൾക്കാരൊക്കെ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തായിരുന്നെങ്കിൽ സൻസദിലേക്ക് കുറച്ച് ആൾക്കാർ നടക്കാൻ നോക്കി, കുറച്ച് പ്രഷർ ഇടാൻ നോക്കി. അപ്പോൾ അവരെയൊക്കെ എന്തൊക്കെയാ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വാട്ട് ഡിഡ് യു തിങ്ക്? പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഇൻജേർഡ് ആയ കുട്ടികളാണെങ്കിലും അവിടെ സീജർ വന്നിട്ട് വീണ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവർക്ക് ഒരു കുറച്ച് വെള്ളം പോലും കൊടുക്കാൻ ഒരു കെയറും ഒരു സിമ്പത്തി ഇല്ലാത്തൊരു ഓഫീസേഴ്സ് ആയിരുന്നു എല്ലാവരും. ദേ ഡിഡ്ന്റ് കെയർ, ദേ ഡിഡ്ന്റ് ഈവൻ, അവിടെ ഉള്ള എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പ്ലീസ് കോൾ ദി ആംബുലൻസ്, ബട്ട് ദേ ഡിഡ് നോട്ട്. ഇത് ഡൽഹി പോലീസ് ഐ ഫീൽ സ്ലൈറ്റ്ലി ബെറ്റർ. മറ്റേ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വാസ് ഹാർഷർ. ബിക്കോസ് അവരാണ് കുറച്ചുകൂടെ അഗ്രസീവ് ആയി തോന്നുന്നു. ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്കറിയില്ല, അഫ്കോഴ്സ് അവരുടെ ഒരു ജോലിയാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് പീസ്ഫുൾ ആയൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതിനെ അവരാണ് വന്ന് വയലന്റ് ആക്കിയത്. രാത്രി കല്ലും നിറച്ചുള്ള ഒരു ലോറി അവർ തന്നെ ഈ ഒരു അൺവാണ്ടഡ് എലിമെന്റ്സിനെ പ്ലാന്റ് ചെയ്ത് എറിയിപ്പിക്കുന്നു. എന്നിട്ട് ഇവർ വയലന്റ് ആയി എന്ന് പറഞ്ഞ് തിരിച്ചിവരെ അടിക്കുന്നു. ഇതെന്താണ് വെള്ളരിക്ക പൊട്ടണോ? സോ സാഡ്. ആൻഡ് അത് പറയുമ്പോൾ കാണുമ്പോഴും ഇവർ വെസ്റ്റും
കുറെ പ്രൊട്ടക്ഷനും ബോഡി വെസ്റ്റും ദേ ഹാവ് എ ഗൺ ആൻഡ് ദേർ ഇസ് എ സ്റ്റിക്ക് ഇൻ ദ ഹാൻഡ്. നമ്മളെല്ലാവരും യങ് പീപ്പിൾ. ഇവരാരും തിരിച്ചടിക്കുന്നില്ല, മനസ്സിലായില്ല. ഇവർ അടിച്ചോന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുകയാണ്. ബിക്കോസ് അതാണ് ഇവരുടെ ഈ പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. നമ്മൾ തിരിച്ചൊന്നും പറയില്ല. അവർ നമ്മളെ അടിച്ചാൽ നമ്മൾ ചിരിക്കും, നമ്മൾ ചിരിച്ച് താങ്ക് യു എന്ന് പറയുന്ന രീതിയിലാണ്. പക്ഷെ അവരടിക്കുന്ന അടിയല്ല, യു ഹാവ് ടു സീ ദാറ്റ്. അതൊക്കെ ഒടിയുന്നവരെയൊക്കെ അടിക്കുക. ഇറ്റ്സ് സോ സാഡ്. ഇവർക്കൊക്കെ ഒരു ഹൃദയമല്ലേ, ഇവരുടെ വീട്ടിൽ മക്കളില്ലേ. എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് പണിയുണ്ട്, ജീവിക്കണ്ടേ. ഞാൻ തിരിച്ച് വീട്ടിലേക്കൊക്കെ പോകും. നിങ്ങൾക്കുള്ള നിങ്ങൾക്കൊക്കെ ചോദിക്കുന്ന പോലെ എനിക്കും ഉണ്ട്. അതൊക്കെ നമുക്കൊക്കെ ഉണ്ട്. അതൊക്കെ സാക്രിഫൈസ് ചെയ്താണ് ഇവർ ഒരു മാസം ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ രാവിലെ പ്രൊട്ടസ്റ്റിന് വന്നതാണ്. ആ പ്രൊട്ടസ്റ്റ് ഇതുവരെ നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. ചലോ സൺസെറ്റ് നടക്കാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ടയറിന് കാറ്റൂരി വിട്ടു, താക്കോൽ എടുത്തുകൊണ്ട് പോയി, അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഊരി. ഇതിൻ്റെ ഒക്കെ പ്രശ്നത്തിനിടയിലാണ് നമ്മളിവിടെ ഇവരൊക്കെ സർവൈവ് ചെയ്യുന്നത്. ഇപ്പോഴും കുറേ ആൾക്കാർ ഇവിടെ ഉള്ളത്. ആൻഡ് എന്തോരം ആൾക്കാർക്കാണ് പേഴ്സണൽ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് അറിയോ. എനിക്ക് എൻ്റെ രീതിയിൽ ഐ വിൽ കണ്ടിന്യൂ ടോക്കിംഗ് അബൌട്ട്. ഈ പ്രശ്നം മാത്രമല്ല, ഞാൻ തെറി പണ്ടേ കേട്ട് ശീലിച്ച ഒരാളാണ്. ഞാൻ എടുക്കുന്ന എല്ലാ ടോപ്പിക്കും തെറി വർത്തിയാണ്. സോ ഐ വിൽ കണ്ടിന്യൂ ടു ഡു ദിസ് വിതൗട്ട് എ ഡൗട്ട്. ഐ ഹാവ് നോ പ്രോബ്ലം അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. പക്ഷേ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇന്ത്യ നീഡ്സ് ടു വേക്ക് അപ്പ് ടു. ഇതിൽ മെയിൻ സ്ട്രീം മീഡിയ മലയാളത്തിൽ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യുമായിരിക്കും. ബാക്കി ഇന്ത്യയിൽ എത്ര മെയിൻ സ്ട്രീം മീഡിയ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇവർ അത്രയും നന്നായി അത് കാണിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ സത്യാവസ്ഥ ആൾക്കാർ മനസ്സിലാക്കുന്നത്. ചെയ്യുന്നില്ല. ഇന്റർനാഷണൽ ഇപ്പം ന്യൂസ് ചാനൽസ് ഈ ഹോൾ കവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് ഇവിടെയുള്ള കുറച്ച് ലോക്കൽ ആൾക്കാരോട് താങ്ക്സ് പറയണം. ഈ ഒരു ക്രൗഡിന്റെ അടുത്ത് വെള്ളമാണെങ്കിൽ പറ്റുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അവർ കൊണ്ടുവരാറുണ്ട്. അത് അവർ സ്റ്റാൻഡിൽ നിന്ന് റിസ്ക് എടുത്തിട്ടാണ് അത് വരുന്നത്. അവർക്ക് ചിലപ്പോൾ അടിയുള്ളൂ, അവരെ ചിലപ്പോൾ ഗ്യാസ് ചെയ്യും, വളരെ റൂഡായിട്ട് സംസാരിക്കും. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് നൗ എ കമ്മ്യൂണിറ്റി ഓഫ് യങ്സ്റ്റേഴ്സ് ഹു വാണ്ട് ചേഞ്ച്, ഹു വാണ്ട് അക്കൗണ്ടബിലിറ്റി, ഹു വാണ്ട് ആൻസേഴ്സ്. ഇവർ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരു ഡയലോഗ്. ഒന്ന് മുന്നിൽ വന്ന് ഇവരുടെ കൂടെ ഒന്ന് സംസാരിക്കൂ. ആദ്യം വളരെ ഓക്കെ ആയിട്ടുള്ള ഡിമാൻഡ്സ് ആണ്. വങ്ചുക്ജീനെ ഫ്രീ ചെയ്യണം, അദ്ദേഹത്തിൻ്റെ കൂടെ സംസാരിക്കണം ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ കോസ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്യണം. 1 കോടി രൂപ ഈ മരിച്ചുപോയ കുടുംബങ്ങൾക്ക് കൊടുക്കണം. ഇതൊക്കെ ഇറ്റ്സ് ഡൂവബിൾ, റൈറ്റ്? ഇറ്റ്സ് വെരി വെരി ഡൂവബിൾ. നിങ്ങളുടെ ഈഗോ ആണോ ആരഗൻസ് ആണോ മുന്നിൽ, അതോ ഈ രാജ്യത്തിൻ്റെ നന്മയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് മറ്റൊരു ഡിസപ്പോയിൻമെൻറ്റ് കൂടെ പറഞ്ഞോട്ടെ, ഭരിക്കുന്ന ആൾക്കാരെ മാത്രമല്ല ഭരിക്കാത്ത ആൾക്കാരെയും ഓപ്പോസിഷൻ പാർട്ടിയും പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. ബിക്കോസ് ഇത് നമ്മൾ പൊളിറ്റിക്സ് സംസാരിക്കാൻ വേണമെങ്കിൽ പൊളിറ്റിക്കലി ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി അവർ യൂസ് ചെയ്തില്ല എന്നേ ഞാൻ പറയൂ. അതെന്തുകൊണ്ട് യൂസ് ചെയ്തില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഇറ്റ് വാസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തീർച്ചയായിട്ടും അല്ല. ഇതുമായിട്ട് എനിക്കൊരു ബന്ധവും തോന്നുന്നില്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്, ഈ യങ്സ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. ഞാനിവിടെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ പഠിക്കാത്ത ഒരാളാണ്. ആ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടി ജോലി ചെയ്തിട്ടില്ല. എനിക്ക് ഫിനാൻഷ്യലി ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇവരുടെ കുടുംബത്തിൽ നിന്നും ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. വളരെയധികം പ്രിവിലേജിൽ വളർന്നൊരു കുട്ടിയാണ്. ഞാൻ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ കാശുണ്ടാക്കി എൻ്റെ ജീവിതം നോക്കിയ ഒരാളാണ്, മനസ്സിലായില്ലേ? എൻ്റെ തന്നെ എഡ്യൂക്കേഷൻ ഞാൻ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടെന്നാന്ന് മനസ്സിലാവും ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നതോ എതിരെ പറയുന്നതോ ഭരിക്കുന്ന പാർട്ടിയോ അല്ല, അവരുടെ നിലപാടിനെയാണ്. അതാരായാലും ആ നിലപാട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് പറയുന്നത് എന്തിനാ ഭയപ്പെടേണ്ടത്? നിലപാട് പറയാൻ ആരും ഭയപ്പെടരുത്.